എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസം 1 തീയതി മുതൽ 30 തീയതി വരെ കുറച്ച് നക്ഷത്ര ജാതകർക്ക് കോളടിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒട്ടനവധി സന്തോഷം ഉള്ള കാര്യങ്ങളാണ്. മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ ഫലം ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം, മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് മാർച്ച് മാസത്തിലെ ഫലം. നാശനഷ്ടങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ് മാർച്ച് മാസത്തിൽ. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാനും ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം സാധിക്കുന്നതിൽ തടസ്സങ്ങൾ നീങ്ങാനും സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുജന സേവന രംഗത്തുള്ളവർക്ക് ജനസമ്മതിക്കുള്ള സാഹചര്യം വർദ്ധിച്ചു വരുന്നു. ശത്രുദോഷങ്ങളൊക്കെ മാറാനുള്ള സാധ്യതകൾ ഉണ്ട്. ഈ സമയത്ത് ശത്രുനാശവും പ്രതീക്ഷിക്കാം. ധനലാഭം ഇരട്ടിയായിട്ട് പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ ഇവർക്ക് കടന്നു വരികയാണ്. സന്താന സൗഖ്യം, മനസ്സന്തോഷം, ദ്രവ്യലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഇനി ലഭിക്കും. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം, ശ്രീകൃഷ്ണന് കദളിപ്പഴം, വെണ്ണ നിവേദ്യം, ദേവിക്ക് കടുംപായസം, നാഗരാജാവിന് സർപ്പസൂക്താർച്ചന എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനലബ്ധി, കുടുംബസൗഖ്യം, തൊഴിൽ ലാഭം, ഭൂമി ലാഭം, ശത്രുനാശം, സന്തുഷ്ടി, അർദ്ധലാഭം, ബന്ധുജനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണം, സഹോദരങ്ങൾക്ക് ഉയർച്ച തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്കിടവരും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകും. രോഗപീഡ, ദ്രവ്യനാശം, മനക്ലേശം, യാത്രാ ദുരിതം, ദാമ്പത്യക്ലേശം, ദേഹ ഉപദ്രവം തുടങ്ങിയ ദോഷ അനുഭവങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് നാഗരാജാവിന് നൂറുപാലും, ഗണപതിക്ക് കറുകമാല, സുബ്രഹ്മണ്യന് കുമാരസൂക്ത പുഷ്പാഞ്ജലി, നാരങ്ങാമാല, ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്ര ദിവസം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ പിറന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. ശാരീരിക രോഗപീഠ, ദുഷ്ടജന സംസർഗത്തിലൂടെ ദുരിതങ്ങൾ, കലഹം, ദാമ്പത്യക്ലേശം എന്നിവ പ്രധാനമായിട്ടും അനുഭവിച്ചു കൊണ്ടിരുന്ന 3 നക്ഷത്ര ജാതകരാണ് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ. വരുന്ന മാസങ്ങളിൽ ഇതിനെല്ലാം ഒരു മാറ്റം കണ്ടു തുടങ്ങും. അപമാന ശ്രവണത്തിൽ നിന്ന് മുക്തനാകും. മനസ്സിന് സന്തോഷം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഇരട്ടിയായിട്ട് ലഭിക്കും. കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ശത്രുനാശം, ദ്രവ്യലാഭം, കാര്യജയം, സൗഭാഗ്യം, ബന്ധുജന സൗഖ്യം, അധികാരം, ധനലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ, നാഗരാജാവിന് പാലും പഴവും, ഗണപതിക്ക് കറുകമാല, നാളികേരം എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം.
ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ദേഹാരിഷ്ഠിതകളൊക്കെ വിട്ടൊഴിഞ്ഞ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യഥാസമയം നടക്കാനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രയാസവും വേണ്ട. ദ്രവ്യലാഭം, കലഹഭയം മാറുക, ദാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ധനലാഭം, വസ്ത്രലാഭം, ബന്ധുസുഖം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് നെയ്വിളക്ക്, പാലഭിഷേകം, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, കദളിപ്പഴം, തുളസിമാല, നാഗരാജാവിന് 100 പാലും എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനനേട്ടം, അപമാന ശ്രവണത്തിൽ നിന്ന് മോചനം, സ്ഥാനക്കയറ്റം, രോഗക്ലേശങ്ങളിൽ നിന്നും മുക്തി, അർദ്ധലാഭം തുടങ്ങിയവ ഉണ്ടാകും. അഗ്നിമൂലം കുറച്ച് ബുദ്ധിമുട്ടുകളും ശത്രുപീഡയും ചോരഭയത്തിനും സാധ്യതയുണ്ട്. ദുഷ്ടജന സംസർഗത്തിന് അവസരം കൊടുക്കാതിരിക്കുക, ഇത് ദോഷങ്ങൾക്കിടവരും. എന്നാൽ കുടുംബസുഖം, സുഖലബ്ധി, ധനലബ്ധി, ബന്ധുജനങ്ങളുമായിട്ട് മെച്ചപ്പെട്ട സഹകരണം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ഇവർക്കുണ്ടാകും. ഇവർ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് അർച്ചന, നാരങ്ങാമാല, ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ, ഗണപതിക്ക് കറുകമാല, നാളികേരം, നാഗരാജാവിന് പാലും പഴവും എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വരുന്നൊരു മാസം യാത്രാ ദുരിതങ്ങൾ ഒന്നും ഉണ്ടാകില്ല. കാര്യതടസ്സങ്ങൾ ഇവരെ വിട്ടൊഴിയും. രോഗപീഡയിൽ നിന്നും ശത്രുശല്യത്തിൽ നിന്നും മോചിതനാകാൻ ഉള്ളൊരവസരമാണ് വരുന്നത്. മനോവ്യസനം കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ക്ലേശം ഒഴിവാക്കാൻ പരസ്പരം വിട്ടുവീഴ്ചകൾ അനിവാര്യമായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ സർക്കാർ കാര്യങ്ങളിൽ നേട്ടം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും വരും ദിവസങ്ങളിൽ ഇവർക്കുണ്ടാകും. ശത്രുനാശവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം നാഗരാജാവിന് 100 പാലും, ഗണപതിക്ക് കറുകമാല, നാളികേരം, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നതിനുള്ള അവസരങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ധനലബ്ധി, ആഭരണലബ്ധി, അർദ്ധലാഭം, വാഗ്വിലാസത്തിലൂടെ നേട്ടങ്ങൾ തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. ബന്ധുഗുണവും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. മീനം, ശത്രുദോഷത്തിന് ദൈവാധീനം പൂർണ്ണമാണ്. ഗ്രഹയോഗം, ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ലാഭം, സുബ്രഹ്മണ്യ പാലഭിഷേകം, നെയ്വിളക്ക്, ഉന്നതങ്ങളുമായിട്ടുള്ള സ്വാത്വിക ബന്ധം എന്നിവ കാണുന്നു. വിദേശത്തുള്ളവർക്കും ഉന്നത അധികാരത്തിലുള്ളവർക്കും കാലം അനുകൂലമായിട്ട് നക്ഷത്ര ജാതകരെ, അതുപോലെ നാണ്യവിളകളിൽ നിന്നും സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ സഹപാഠികളിൽ നിന്നും ഗൃഹത്തിൽ നിന്നും രോഗപീഠകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്നതിനുള്ള തടസ്സങ്ങൾ അനുഭവവേദ്യമാകും. ചിലവുകൾ, സ്ത്രീകൾ ആരോഗ്യം, ദൂരദേശ യാത്രയ്ക്കോ ഇവർ ദോഷപരിഹാരത്തിന് മുരുകന് പഞ്ചാമൃത അഭിഷേകത്തിൽ ശാസ്താവിന് നീരാജന എന്നീ സ്വാത്വിക കർമ്മങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ നേടിയെടുക്കാൻ സുഹൃത്തുക്കളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. താൽക്കാലികമായിട്ടുണ്ടായിരുന്ന വ്യാഴന്റെ മറവ് ഇവരിൽ നിന്നും മാറിയിരിക്കുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് നേട്ടങ്ങളുടെ കാലമാണ്. സൈന്യം, പോലീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി അനുഭവമാകും. വിദ്യാർത്ഥികൾക്ക് പഠനപരമായി അനുകൂല സമയം തന്നെയാണ്. പുതിയ പഠനത്തിന് യോഗമുണ്ട്. ക്ഷേത്രഭരണം, ട്രസ്റ്റ്, സൊസൈറ്റി, സഹകരണ സംഘം എന്നിവകളുടെ താൽക്കാലിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ജോലി, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചെറിയ കാലതാമസങ്ങൾ നേരിട്ടവർ അതിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. സന്താനങ്ങൾക്ക് അന്യരുടെ പ്രതീക്ഷകൾ കേട്ട് ഈ ദിവസങ്ങളിൽ
വിദേശവാസത്തിന് അനുകൂലമാണ്. പുരാതന തറവാടുകളിൽ ഇത് ജനിച്ചവർ വലിയ നഷ്ടങ്ങളിൽ തിരികെ കൊണ്ടെത്തിക്കും. ലഭിക്കും. സർക്കാർ റെക്കോർഡുകളിൽ വസ്തു യാത്രാക്ലേശം, പതിപ്പിച്ചു കിട്ടാൻ അർത്ഥലാഭം, സാധ്യതകൾ തൊഴിൽ കാണുന്നുണ്ട്. രംഗത്ത് പ്രയാസം, കാണാതായ വസ്തുക്കൾ സ്ത്രീകൾ തിരിച്ചു മൂലം സാമ്പത്തിക 45, നേട്ടം, 50, മനസ്സന്തോഷം 55, എന്നിവയ്ക്ക് 60 സാധ്യതയുണ്ട്. വയസ്സുകൾ രോഗം ഉണ്ടാകും, പല പ്രകാരേണ ഭയം നല്ല അധികരിച്ചു അനുഭവങ്ങൾ വരും. ലഭിക്കും. അപമാന ഇവർ ശ്രവണത്തിന് ദോഷപരിഹാരത്തിന് സാധ്യത മഹാവിഷ്ണു തുടങ്ങിയ പ്രീതി വരുത്തി ദോഷ പ്രാർത്ഥിക്കാൻ അനുഭവങ്ങളും പ്രത്യേകം വരും ദിവസങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ അഭീഷ്ടലാഭം, സന്താന സൗഖ്യം, മനസ്സുഖം, അപ്രതീക്ഷിത ധനലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം, ശ്രീകൃഷ്ണന് പാൽപായസം, വെണ്ണ നിവേദ്യം, തുളസിമാല, ദേവിക്ക് ഭാഗ്യസൂക്താർച്ചന, നാഗരാജാവിന് പാലും പഴവും, ഗണപതിക്ക് കറകമാല, നാളികേരം ഉടയ്ക്കൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മകരക്കൂറിൽ പിറന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സന്താനങ്ങളുടെ ഗുണ അനുഭവങ്ങളിൽ സന്തോഷിക്കുന്നതിന് ഇടവരും. രോഗമുക്തി, കർമ്മരംഗത്ത് അഭിവൃദ്ധി, ധനാഗമത്തിൽ വർധനവ്, ബന്ധുജന സൗഖ്യം, അർദ്ധലാഭം, സുഖം, സന്തോഷം തുടങ്ങിയ ഭാഗ്യ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. വസ്ത്രലാഭം, സ്ത്രീസുഖം, മനസ്സുഖം, ഉന്നത വ്യക്തികളുമായിട്ട് പരിചയപ്പെടാൻ അവസരം, അഭീഷ്ടലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്കും ഇടവരാം. ഇവർ ദോഷപരിഹാരമായിട്ട് ശിവന് കറുകമാല, ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.